അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും മൈക്ക് എടുത്തല്ല, റമദാൻ മാസമാണ്. ഉസ്താദന്മാരിങ്ങനെ വരി നിൽക്കുമ്പോൾ എനിക്ക് മൈക്ക് കിട്ടില്ല. അതുകൊണ്ട് അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അത്താഴം വളരെയധികം ബർക്കത്തുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. എന്നാലും പല ആളുകളും അത്താഴം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തറാവീഹ് നിസ്കാരമൊക്കെ വന്നു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചങ്ങോട്ട് കിടന്ന് അത്താഴം മാത്രമല്ല ഒരൊറ്റ ഉറക്കത്തിൽ നേരം വെളുപ്പിച്ച് സുബഹിയും കൂടി നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരായ ആളുകൾ ചിലരെങ്കിലും ഉണ്ട്. എന്നിട്ട് അവർ പകൽ നോമ്പെടുക്കും, സുബഹി ഇങ്ങനെ പോവുകയും ചെയ്യും. വലിയ സങ്കടമുള്ള സംഗതിയാണ്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്തായാലും തീർച്ചയായും അത്താഴത്തിന് എഴുന്നേൽക്കുക എന്നത് തന്നെയാണ്. അത്താഴത്തിന് എന്തായാലും എഴുന്നേൽക്കുക. അത്താഴം കഴിച്ചാൽ അത് ശരീരത്തിന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ശരിക്ക് അത്താഴം കഴിക്കുമ്പോഴാണ് നമ്മൾക്കൊക്കെ പലപ്പോഴും നോമ്പെടുത്തിട്ടുണ്ട് എന്ന ഒരു ചിന്താഗതി വരുന്നത് തന്നെ. ഒരു പ്രത്യേക സമയത്ത് എണീക്കുക, അത്താഴത്തിന് എണീക്കുക. അത്താഴത്തിന് എണീറ്റാൽ ഒരുപാട് അഡ്വാൻറ്റേജ് വേറെയുണ്ട്. പിന്നെ ഒരല്പം നേരത്തെ എണീറ്റാൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ സമയം ഉണ്ടാവും, അല്ലേ? തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ സമയം ഉണ്ടാവും. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത്താഴം കഴിക്കുന്നത് മാത്രമല്ല, വേറെയും ബെനിഫിറ്റ് ഉണ്ട്. ഒരു ജീവിതത്തിൽ ഒരു മാറ്റം, പുതിയൊരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി തറാവീഹ് നിസ്കരിച്ച് കിടന്നുറങ്ങിപ്പോയാൽ ഈ മാറ്റങ്ങളൊന്നും നമ്മൾ അറിയാതെ പോകും. അതുകൊണ്ട് എന്തായാലും ആ സമയത്ത് നമ്മൾ എണീക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഇറച്ചിന്റെ കറിയെല്ലാം കൂടി ഉണ്ട്, പൊരിച്ച ഇറച്ചിയും കറിയെല്ലാം കൂടി ഉണ്ട്, നോമ്പ് തുറക്കാനുണ്ടാക്കിയ അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് അടിച്ചു വീശിയാൽ അത് മതി എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത്താഴം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ്, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കി നല്ല ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട്, നല്ല ഫ്രഷ് ഉപ്പേരിയൊക്കെ, ചുരങ്ങന്റെ ഉപ്പേരിയൊക്കെ കൂട്ടി, ചുരങ്ങ, പയറ് എന്നിങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ കൂട്ടി, ഉപ്പേരിയിൽ അല്പം എരിവും ചേർത്ത് വേണം കഴിക്കാൻ. ഉപ്പേരിയിൽ അല്പം എരിവൊക്കെ ചേർത്ത് വേണം കഴിക്കാൻ. എരിവ് ചേർത്ത് ഉപ്പേരി കഴിച്ചാൽ പെട്ടെന്ന് ഉറക്ക് വരില്ല. എരിവ് ചേർത്ത് ഉപ്പേരി കഴിച്ചാൽ പെട്ടെന്ന് ഉറക്ക് വരില്ല. അങ്ങനെ ഉപ്പേരിയൊക്കെ കഴിച്ച് ഒരുപാട് കഴിക്കണമെന്നില്ല, മിതമായിട്ട് മാത്രം കഴിച്ചാൽ മതി. കാരക്കയും കൂടി കൂട്ടിയാൽ വളരെ ഉഷാറായി. അങ്ങനെ കാരക്ക നമുക്ക് തുറക്കുന്ന സമയത്തും വേണം, അത്താഴത്തിന്റെ സമയത്ത് 2 സമയത്തും വേണം. ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും കഴിക്കണം കേട്ടോ. താഴെ ഏതായാലും ആ സമയത്ത് എണീക്കുകയും എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം. അങ്ങനെ പിന്നെ ചോറ് പിന്നെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ കുറെ കൂടി ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടും. പിന്നെ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ കട്ടൻ ചായയുടെ പരിപാടിയാണ്. പല ആൾക്കാരുണ്ട് അനങ്ങിയാൽ കട്ടൻ ചായ, അനങ്ങിയാൽ കട്ടൻ ചായ കഴിച്ചാൽ നോമ്പിന് ഭയങ്കര ഉന്മേഷം കിട്ടുമെന്നാണ് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ഇതെല്ലാം കൂടി കഴിച്ചാൽ അതിന്റെ മേലെ ഒരു കട്ടൻ ചായ അങ്ങോട്ട് കഴിക്കുന്ന സമയത്ത് പിന്നെ വെള്ളം കുടിക്കുക, അതിന് കുഴപ്പമില്ല. കട്ടൻ ചായ കുടിച്ചാൽ എന്താ സംഭവിക്കാൻ വെച്ചിട്ടാണെങ്കിൽ രാവിലെ ഇങ്ങോട്ട് എണീക്കുമ്പോഴേക്ക് നല്ലോണം മൂത്രം ഒഴിച്ചാട്ട് പോകും. ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടും മൂത്രത്തിലൂടെ. ഡയൂററ്റിക് ആണ് ചായ എന്ന് പറയുന്നത്. ചായ ആണെങ്കിലും കാഫി ആണെങ്കിലും ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ ധാരാളം മൂത്രം ഉൽപ്പാദിക്കുന്നു. അതിനകത്ത് ചില ആൽക്കലോയിഡുകളൊക്കെ ഉണ്ട്, കഫീൻ, നിക്കോട്ടിൻ എന്നൊക്കെ പറഞ്ഞാൽ ആൽക്കലോയിഡുകളുണ്ട് ചായയിലും കാപ്പിയിലും ഒക്കെ. ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും ഒക്കെ അത് ധാരാളം വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പൊ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പൊ അത്താഴത്തിന് അത് കഴിക്കാതെ ശീലിക്കണം. അത്താഴത്തിന് ചായ കഴിച്ചാൽ ധാരാളം വെള്ളം പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും പിന്നെ ക്ഷീണം കൂടുകയാണ് ചെയ്യുക. നോമ്പിന് ക്ഷീണം കൂടും, കടുപ്പം കൂടും. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവിടെ നല്ല ചൂടാണെന്നാണല്ലോ പറയുന്നത്. നല്ല ചൂടുള്ളിടത്തൊക്കെ ഇങ്ങനെ കട്ടൻ ചായയും കഴിച്ച് നോമ്പെടുത്താൽ പിറ്റേന്ന് ധാരാളം മൂത്രം പോവുകയും ഏത് ടീ വേണമെന്നേ അല്ല, ടീ വേണമെന്നില്ല അത്താഴത്തിന്. നിങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം, തുറക്കുമ്പോൾ കഴിച്ചോളൂ, പിന്നെ വെള്ളം കുടിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ.
അത്താഴത്തിന്റെ സമയത്ത് ഒരു ടീയും വേണ്ട. ആ സമയത്ത് പിന്നെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ വല്ലതും കഴിക്കുക, ഫ്രൂട്ട്സിന്റെ ജ്യൂസോ അങ്ങനെ വല്ലതും കഴിക്കുക. ചായ കുടിച്ചില്ലെങ്കിൽ അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണ്. ചായ കുടിച്ചില്ലേ തലവേദന വരുന്നത്. ചായ കുടിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോണത്. ശരീരം ഉണങ്ങിപ്പോകും ചായ കുടിച്ചാൽ. ഇനി നിർബന്ധമാണെങ്കിൽ പിന്നെ വളരെ കുറച്ച് പൊടിയിട്ട് വളരെ കുറച്ച് മാത്രം ചായ കുടിക്കുക. 1/2 ഗ്ലാസ് ചായ, ഒരു 4 ഗ്ലാസ് വെള്ളവും, അതാ നല്ലത്. അല്ലാതെ ചായ കൂടുതൽ കുടിക്കരുത് ഒരിക്കലും. ചായ കൂടുതൽ കുടിച്ചാൽ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെട്ട് ക്ഷീണിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് അത്താഴം കഴിക്കുന്ന ആൾക്കാർ സമയത്ത് പലരും ചെയ്യുന്നൊരു സംഗതിയാണ്. പിന്നെ ഹോർലിക്സ് കഴിച്ചാൽ പിന്നെ തീരെ വിശപ്പുണ്ടാവില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു സംഗതി, പിന്നെ iftar time filling the stomach with water is more sternus to than which is good. എന്താ പറഞ്ഞത്? ചോദ്യം എനിക്ക് മനസ്സിലായില്ല. റസൂലിന്റെ പിന്നെ സ്റ്റെർനസ് ഒന്ന് സിമ്പിളാക്കി ചോദിച്ചാൽ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ചായ ഏതായാലും ഇഫ്താറിന്റെ നോമ്പ് അത്താഴത്തിന്റെ സമയത്ത് ചായ വേണ്ട. ചായ ക്രമേണ ഒഴിവാക്കി ശീലിക്കുകയാണ് നല്ലത്. കേട്ടോ? ചായ ക്രമേണ ഒഴിവാക്കി നല്ല വെള്ളം കുടിക്കുക. അതന്നെ. പിന്നെ ചായ കുടിച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ക്ഷീണം കൂടും, വേഗം വയസ്സനായി പോകും. പിന്നെ തന്നെയുമല്ല, നമ്മള് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചായയും കാപ്പിയും അതിന്റെ നേരെ മേലെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ച വസ്തുക്കളിലുള്ള അയൺ കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെടും. നമ്മളൊക്കെ കല്യാണ പരിപാടിക്കൊക്കെ പോയാലുണ്ടല്ലോ, പിന്നെ സൽക്കാരത്തിനൊക്കെ പോയാൽ അവസാനമാണ് ഈ ചായ കൊടുക്കുക. അതിന് പോകാൻ ചായ എന്നാ പറയാ. അതും കൂടി കുടിച്ചാൽ പിന്നെ അവിടെ സ്ഥലം കാലയായിക്കൊള്ളും. ആ പോകാൻ ചായ അങ്ങോട്ട് കുടിക്കുന്നതോട് കൂടി ആ കഴിച്ച ഭക്ഷണത്തിലെ അയൺ കണ്ടന്റ്, ഇരുമ്പ് സത്ത ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ചായ അത്താഴത്തിന്റെ സമയത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് സൂചിപ്പിച്ച് ഞാൻ അടുത്ത